ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കപ്പ് ആയിൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ജൂലൈ 2026 നിങ്ങൾക്ക് മികച്ചതാക്കുന്നതിന് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ റീഡിങ്ങിൽ ഇന്നത്തെയും പോലെ 3 ഗ്രൂപ്പുകളാണുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഒന്നുകിൽ തംബ്നെയിലിൽ കൊടുത്തിട്ടുള്ള 3 ചിത്രങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഈ 3 ഡെക്കുകൾ ഉപയോഗിച്ചോ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇൻറ്റ്യൂട്ടീവ് വേണം നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കാനായിട്ട്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് എന്ന് എപ്പോഴും ഓർക്കുക. റീഡിംഗ് റെസനേറ്റ് ചെയ്താൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കുന്നു. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1. അപ്പോൾ നിങ്ങൾ തംബ്നെയിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം. ജൂലൈ 2026 മികച്ചതാക്കുന്നതിന് ഗ്രൂപ്പ് 1ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ് എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പോൾ നിങ്ങളോട് ആദ്യമേ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരുമായിട്ടൊരു ഹെൽത്തി ബൗണ്ടറി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങളോട് എങ്ങനെയാണോ നിൽക്കുന്നത്, നിങ്ങളോട് ഏത് രീതിയിലാണോ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് വേണം നിൽക്കാനായിട്ട്. ഓക്കെ, ഒരിക്കലും എൻ്റെ ഒരു പീപ്പിൾ പ്ലീസിങ് എനർജിയിലേക്ക് പോകരുതെന്ന് പ്രത്യേകം നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ എനർജി പ്രൊട്ടക്ട് ചെയ്യുക. നിങ്ങളുടെ എന്താ പറയുക, ഒരു ഹെൽത്തി ബൗണ്ടറി എല്ലാവരുമായിട്ട് വെക്കുക. ആരോട് എന്തൊക്കെ ഷെയർ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ നല്ലവണ്ണം ചിന്തിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. ഓക്കെ, ഒരു വളരെയധികം മൈൻഡ്ഫുൾ ആയിരിക്കണം എന്നുള്ളൊരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക്, ഏതൊരു സാഹചര്യത്തിലും ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ഓവർ ഗീവർ ആകാതിരിക്കുക, ഓവർ ടേക്കർ ആകാതിരിക്കുക. ഓക്കെ, ഒരുപാട് നിങ്ങൾ മറ്റാള് നമ്മൾ എന്താ പറയുക, എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ടോ അതനുസരിച്ച് നിങ്ങളും തിരിച്ച് എഫേർട്ട് എടുക്കുക. അത്ര തന്നെ, കൂടുതലും വേണ്ട കുറവും വേണ്ട. പിന്നെ നിങ്ങളോട് പറയുന്നത് ഏത് എനർജിയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ എനർജിയിലായിരിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് പ്രസന്റ് മൊമെന്റിലാകുക. പ്രസന്റ് മൊമെന്റിൽ ആയിക്കൊണ്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ വേണ്ടത്, ഏത് ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസസ് ആണ് കൂടുതൽ വേണ്ടത്, അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നു. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏത് എനർജി നിങ്ങൾ നിങ്ങളുടെ ലൈഫിലുടനീളം വേണമെന്ന് ആഗ്രഹിക്കുന്നു, പ്രത്യേകിച്ച് ജൂലൈ മാസത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നു, അത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമൃദ്ധിയാണ് വേണ്ടതെങ്കിൽ സമൃദ്ധി നിങ്ങൾക്ക് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, ഓക്കെ, ആ ഒരു അബണ്ടൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന അത് ഏതൊരു സാഹചര്യമാണെങ്കിലും അത് ഫോക്കസ് ചെയ്യുക, അത് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത നിങ്ങളുടെ ആ ഒരു സ്പേസിൽ നിങ്ങൾക്ക് വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന എനർജീസിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കാനും പാടില്ല. ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത്. അതായത് ഹെൽത്തി ബൗണ്ടറി മെയിൻറ്റെയിൻ ചെയ്ത് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ളൊരു പോളിസി ഫോളോ ചെയ്തുകൊണ്ട് പ്രസന്റ് മൊമെന്റിലായിക്കൊണ്ട് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോകുക. അതാണ് നിങ്ങൾക്കുള്ള ഫസ്റ്റത്തെ അഡ്വൈസ്. Okay, clarify the Two of Wands. രണ്ടാമതായിട്ട് നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കേണ്ടതായിട്ട് ജൂലൈ മാസത്തിൽ വരുമ്പോൾ ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഏതൊരു വിഷയത്തിലാണ് നിങ്ങൾ ഒരു തീരുമാനം എടുക്കേണ്ടത്, എന്തൊക്കെ ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ ചോയ്സ് ആയിരിക്കാം, ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് അവൈലബിൾ ആണ്, അതിലൊന്ന് ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എവിടെയാണെങ്കിലും നമുക്കൊരു ചോയ്സ് ഉണ്ടല്ലോ. ഓക്കെ, അങ്ങനെയാകുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ചോയ്സസ് എന്തൊക്കെയാണെന്ന് കൃത്യമായി വിശകലനം ചെയ്ത് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നല്ലോണം ആലോചിച്ചിട്ട് സമയം എടുത്തോളാൻ പറയുന്നു. ധൃതി വെച്ച് തീരുമാനം എടുക്കണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് എപ്പോഴും നോക്കുക. നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡ്, പ്രത്യേകിച്ച് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകുന്ന ഒരു ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡിന്
ഏറ്റവും അലൈൻഡ് ആയി നിൽക്കുന്ന ഓപ്ഷൻ ഏതാണോ, നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ സ്റ്റെബിലിറ്റി സെക്യൂരിറ്റി തരുന്ന ഓപ്ഷൻസ് ഏതാണോ അതിലേക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത്തരം ഓപ്ഷനുകളെ ചൂസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട്. വൺസ് നിങ്ങളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പിന്മാറാൻ പാടില്ല എന്ന് പറഞ്ഞു. അതായത് ഒരു കാര്യത്തിൽ ഓക്കെ ഇപ്പൊ ഓപ്ഷൻ എ ബി സി ഉണ്ട്, അപ്പൊ നിങ്ങളത് കൃത്യമായി അനലൈസ് ചെയ്തു, ഓപ്ഷൻ ബി നിങ്ങൾ ചൂസ് ചെയ്തു, അത് ഓപ്ഷൻ ബിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ അല്ല വേണ്ട സി ആവാം അല്ലെങ്കിൽ എ ആവാം, അങ്ങനെ പാടില്ല. ആ ഒരു എംപററിന്റെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് എനർജിയിലായിരിക്കണം നിങ്ങൾ. എംപറർ വൺസ് ഒരു ഡിസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ആൾ പിന്മാറില്ല. ഓക്കെ, ആ എടുത്ത ഓപ്ഷൻ എടുത്ത് ചൂസ് ചെയ്ത പാത്ത് ഏതാണോ അതിലൂടെ തന്നെ മുന്നോട്ട് പോകും. അപ്പൊ നിങ്ങളോട് എന്താ പറയണേ, ഓവർ തിങ്കിങ്, അതായത് നിങ്ങൾ അങ്ങനെ ഫസ്റ്റ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ കണ്ടെത്തി നിങ്ങൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഹയസ്റ്റ് ഗുഡ് അലൈൻഡ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് മനസ്സിലാക്കി അത് ചൂസ് ചെയ്ത് പോകുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഈ ഓവർ തിങ്കിങ് എന്നുള്ള ഒരു എലമെന്റ് കിടക്കുന്നത് കൊണ്ട് നിങ്ങൾ ആ എടുത്ത ഓപ്ഷൻ തെറ്റാണോ, അയ്യോ അത് ശരിയായില്ലെങ്കിലും അങ്ങനത്തെ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരാനും അത് വേണ്ടെന്ന് വെച്ചിട്ട് വേറെ ഏതെങ്കിലും ഓപ്ഷൻ ചൂസ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അത് പിന്നെ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് സമയമെടുത്ത് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണോ അതിലേക്ക് ശ്രദ്ധ കൊടുത്ത് നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡുമായി അലൈൻ ചെയ്ത് നിൽക്കുന്നത് ഏതാണെന്ന് മനസ്സിലാക്കി അത്തരം ഓപ്ഷൻസിനെ ചൂസ് ചെയ്യാൻ മുന്നോട്ട് പോകാം. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. അതായത് ഞാൻ ഈ തിരഞ്ഞെടുത്ത ഓപ്ഷൻ ശരിയാണോ 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 അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്ന് നിങ്ങളോട് എടുത്ത് പറയുന്നു. ലാസ്റ്റ് 8 ഓഫ് കപ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് നല്ലതല്ലാത്ത എലമെന്റ്സ് എനർജീസിൽ നിന്ന് നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡ്, നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പുരോഗതി വരുന്നതിന്, വളർച്ച ഉണ്ടാകുന്നതിന് തടസ്സം നിൽക്കുന്ന ഊർജ്ജങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റിയ സമയമാണ് ജൂലൈ മാസം. നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ ജൂലൈ മാസത്തിൽ ലഭിക്കുന്നുണ്ട്. അത് കൃത്യമായി വിനിയോഗിക്കാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ അതിനുവേണ്ടി അതായത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് നല്ലത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് നല്ലതല്ലാത്തത് കൃത്യമായ വ്യക്തത നിങ്ങൾക്ക് ജൂലൈ മാസത്തിൽ ലഭിക്കും. അപ്പൊ അതനുസരിച്ച് ആ വ്യക്തത കിട്ടുമ്പോൾ നല്ലതല്ലാത്ത അതിന് ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് നിങ്ങളോട് മുന്നേ കൂട്ടി യൂണിവേഴ്സ് പറയുന്നു. പിന്നെ നിങ്ങളോട് എന്താ പറയണത് വെച്ചാൽ നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു അത് ആഗ്രഹിച്ച പോലെ തന്നെ നടത്തിയെടുക്കാൻ, നല്ല ഉദ്ദേശത്തോടെ നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നിങ്ങളുടെ യാഥാർത്ഥ്യമായിട്ട് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു മാസം കൂടിയാണ് ജൂലൈ മാസം. അപ്പൊ നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഓക്കെ, ആ ഒരു കോൺഫിഡൻസോട് കൂടെ ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടെ വേണം മാനിഫെസ്റ്റ് ചെയ്യാൻ. അതായത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ എനിക്ക് എന്റെ റിയാലിറ്റി ആക്കാൻ സാധിക്കും, ആ ഒരു മാനിഫെസ്റ്റേഷൻ പവർ എന്നിലുണ്ട് എന്ന ഒരു ആത്മവിശ്വാസത്തോടെ വേണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ. അതോടൊപ്പം അതോടൊപ്പം അത് എങ്ങനെ സംഭവിക്കുന്നു എപ്പോൾ സംഭവിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ആ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കാതിരിക്കുക. അതിൽ നിന്നൊരു ഒരു ഡിറ്റാച്ച്മെന്റ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം. അപ്പൊ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. ഓക്കെ, അലൈൻഡ് ആക്ഷൻസ് എടുക്കുക. പക്ഷെ അതിന്റെ എൻഡ് റിസൾട്ട് അതിനോട് ഇങ്ങനെ അറ്റാച്ച്ഡ് ആയി നിൽക്കാതിരിക്കുക. അതെങ്ങനെ വരുന്നു എപ്പോ വരുന്നു അത് അതുപോലെ വരുമ്പോൾ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നൊരു മനോഭാവത്തോടെ വേണം നിങ്ങൾ ആകാൻ. ഓക്കെ, പേജ് ഓഫ് വാൻസിനെ പോലെ ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആവുക, ലൈഫിലെ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക. ആ എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. അപ്പൊ അതിലേക്ക് ശ്രദ്ധ കൊടുത്ത് ലൈഫ് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് യഥാസമയം അതിന്റെ ശരിയായ രീതിയിൽ സംഭവിക്കുമെന്ന വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകാം. അനാവശ്യമായിട്ട് പിന്നെ ഒരു കാര്യം വൺസ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾ അതിനുള്ള അലൈൻഡ് ആക്ഷൻസ് എടുത്തു തുടങ്ങിയാൽ അത് നടക്കുമെന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നടന്നില്ലെങ്കിലോ ഞാൻ വെറുതെ സമയം വേസ്റ്റ് ആക്കുകയാണെങ്കിലോ ഇത് ചിലപ്പോൾ ഇതാവില്ല എനിക്ക് ഉള്ളത്. കാരണം നിങ്ങൾ ഒരു ഉള്ളിലെ നിങ്ങൾ ഡെഡ് ലൈൻ കീപ്പ് ചെയ്യാണ്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളോട് എപ്പോൾ സംഭവിക്കും എങ്ങനെ സംഭവിക്കും എന്നുള്ളതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത് എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്തിനുള്ളിൽ കാണണ്ടാവുമ്പോ അയ്യോ ഇപ്പൊ എന്താ ഞാനിപ്പോ എടുത്ത ഓപ്ഷൻ ചിലപ്പോൾ ശരിയാവില്ല, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ മാനിഫെസ്റ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ ഞാൻ ആക്ഷൻസ് എടുക്കുന്നത് പോരാഞ്ഞിട്ടാണോ, അങ്ങനത്തെ കുറേ അനാവശ്യമായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാനും അതിനൊക്കെ ഒരു സാധ്യതയുണ്ട്. അത് നിയന്ത്രിക്കണം എന്ന് പറയുന്നു. അത്തരം ചിന്തകളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നു. കാരണം അത് കൂടുതൽ ഡിലേ കാലതാമസം ഉണ്ടാക്കും. ഓക്കെ, എളുപ്പത്തിലും വേഗത്തിലും വരേണ്ട കാര്യങ്ങളിൽ കാലതാമസം ഇത്തരം ചിന്തകൾ ഈ ഒരു ചിന്തകളുടെ ഊർജ്ജങ്ങൾ സൃഷ്ടിക്കും എന്നും കൂടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഇതാണ് നിങ്ങൾക്കുള്ള നിങ്ങളുടെ ജൂലൈ മാസം മികച്ചതാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കാം.
പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഡ്വാൻസ് ആയി തന്നെ വളരെ നല്ലൊരു ജൂലൈ 2026 ആശംസിക്കുന്നു. താങ്ക് യു. ഹലോ മൈ ഡിയർ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പോൾ നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ജൂലൈ 2026 മികച്ചതാക്കുന്നതിന് ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ് എന്താണ് ചെയ്യേണ്ടതായിട്ടുള്ളത്, അവർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമേ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് ഇന്നത് വേണം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം നിങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂലൈ മാസത്തിൽ അതിൽ ഉറച്ചു നിൽക്കുക. ഓക്കെ, അതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഔട്ട്കം തന്നെ ഉണ്ടാകും എന്ന ഒരു ഉറപ്പോടെ നിൽക്കാൻ പറയുന്നു. എന്താണോ നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് അതിൽ ഉറച്ചു നിൽക്കുക, അതിനായിട്ട് പരിശ്രമിക്കുക. കുറച്ച് നാൾ അതിനായി പരിശ്രമിച്ചു, പിന്നെ അപ്പൊ വേറെ ആരും പറയുകയാണ് അതല്ല ഇതിനേക്കാൾ നല്ലത് മറ്റേതാണെന്ന് പറയുമ്പോൾ അതിലേക്ക് പോകുന്നു, പിന്നെ കുറേ നാൾ അതിനെ നോക്കുന്നു. അങ്ങനെ ഒരു മാറിക്കൊണ്ടിരിക്കാൻ പാടില്ല. നിങ്ങൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് അതിന് വർക്ക് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ ചേഞ്ച് കാണാനായിട്ട് സാധിക്കുള്ളൂ, റിസൾട്ട് കാണാനായിട്ട് സാധിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക് ആയിരിക്കാം. നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ട്, അപ്പൊ നിങ്ങൾ ആദ്യം ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്യാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കണേ അതല്ല വേറെയാണ് നല്ലത്, അതാണ് കൂടുതൽ എഫക്റ്റ്, അപ്പൊ അതിലേക്ക് മാറുക. കാരണം നിങ്ങൾ ഇപ്പൊ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കാണാനില്ല. ഓക്കെ, അത് നിങ്ങളുടെ ഒരു ആൻസൈറ്റി കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ആൻസൈറ്റി കൊണ്ട് ഉണ്ടാകുന്ന ഒരു ടെൻഡൻസി ആണെന്ന് മനസ്സിലാക്കുക. നമ്മൾ അതിനെ സർപ്പാസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതിനെ അതിജീവിക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനത്തെ ചിന്തകൾ ഉണ്ടായാലും നിങ്ങൾ ഏത് മാനിഫെസ്റ്റേഷൻ മെത്തേഡാണോ, ഇതൊരു ഉദാഹരണമാണ് പറയണത്, ഏത് മാനിഫെസ്റ്റേഷൻ മെത്തേഡാണോ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലെ നിങ്ങൾ എന്താ പറയാ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതിലൂടെ റിസൾട്ട് കിട്ടും എന്ന വിശ്വാസത്തോടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നു. അങ്ങനെ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ പോകേണ്ട ഒരു സമയമാണിത്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് എസ്പെഷ്യലി നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന്, നിങ്ങളോട് വളരെ അടുത്ത് നിൽക്കുന്ന നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള ആളുകൾ എന്ന് കാണുന്നു, അവരിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് കിട്ടും. അവരിലൂടെ നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ്, ക്ലാരിറ്റി യൂണിവേഴ്സ് നൽകുന്നതാണ്. അപ്പൊ അവര് പറയുന്നത്, അതായത് നിങ്ങൾ എന്ത് ലക്ഷ്യമാണോ മനസ്സിൽ വെച്ചിട്ട് അതിനായിട്ട് പരിശ്രമിക്കുന്നത്, അപ്പൊ നിങ്ങളുടേതായ രീതിയിൽ പരിശ്രമിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഒക്കെ വരുമ്പോൾ കൃത്യമായി നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് നിങ്ങളുടെ ഈ സോൾ ഫാമിലി മെമ്പേഴ്സിലൂടെ, നിങ്ങളുടെ ഈ പ്രിയപ്പെട്ട വ്യക്തികളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഓക്കെ, ആത്മവിശ്വാസത്തോടെ നിങ്ങളോട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അത് മാത്രമല്ല, ഈ ഒരു കാര്യത്തിനെ പരിശ്രമിക്കുമ്പോൾ അത് മാത്രം പോരാ, വിശ്രമിക്കാനും സമയം കണ്ടെത്തണം, സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും ഒക്കെ ആഘോഷങ്ങൾക്കൊക്കെ സമയം കണ്ടെത്തണം എന്ന് പറയുന്നു. അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്ക് അതിനുള്ള ഈ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് അങ്ങനത്തെ സന്തോഷം നൽകുന്ന ചില അവസരങ്ങൾ, ആഘോഷിക്കാനുള്ള ചില അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനെ സ്വീകരിക്കാം. ഓക്കെ, അത് അങ്ങനത്തെ അവസരങ്ങൾ കിട്ടുമ്പോൾ അത് പോകുക, ആഘോഷത്തിന്റെ ഭാഗമാകുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആഘോഷിക്കേണ്ടതാണെങ്കിൽ നിങ്ങൾ അത് ആഘോഷിക്കുക, അതിനെ മാറ്റി നിർത്താൻ പാടില്ല. ഓക്കെ, പരിശ്രമവും വേണം വിശ്രമവും വേണം. അത് ബാലൻസ് ചെയ്ത് പോകുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക്, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് യഥാസമയം കറക്റ്റ് സമയത്ത് എത്തിച്ചേരാനായിട്ട് പറ്റുക. ഓക്കെ, എല്ലാത്തിനും മുകളിൽ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. നിങ്ങൾ ആ എടുക്കുന്ന ആക്ഷനിൽ, നിങ്ങളുടെ ആ മാനിഫെസ്റ്റേഷൻ മെത്തേഡിലൊക്കെ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം, അതായത് അതിൽ നിന്ന് റിസൾട്ട് കിട്ടും എന്നുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പാസ്റ്റിനെ റീവിസിറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഈ ജൂലൈ മാസത്തിൽ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന പാസ്റ്റിലേക്ക് മാത്രം അത് റീവിസിറ്റ് ചെയ്യാൻ അവസരം, അതായത് സന്തോഷമാണെങ്കിൽ സങ്കടമാണെങ്കിൽ തന്നിട്ടുള്ള പാസ്റ്റ് ഇൻ ജനറൽ കഴിഞ്ഞുപോയ കാലത്തിലേക്ക് അത് റീവിസിറ്റ് ചെയ്യാൻ, അതിനെക്കുറിച്ച് ആലോചിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് സംസാരിക്കാനോ ആ ഓർമ്മകൾ പുതുക്കാനോ ഒക്കെ നിങ്ങൾക്ക് അവസരം കിട്ടുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ആ ഒരു കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ മാത്രം അങ്ങനത്തെ അവസരങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ, അല്ല അത് ചിന്തിക്കുമ്പോൾ ആ പഴയ കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കുള്ള മനസ്സമാധാനം പോവാണ്, നിങ്ങൾ കൂടുതൽ ടെൻഷൻ വരുന്നു, നിങ്ങൾക്ക് സങ്കടം നിരാശയൊക്കെയാണ് ഉണ്ടാവുന്നതെങ്കിൽ അത്തരം
പാസ്റ്റിലേക്ക്, അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ, അതിനെക്കുറിച്ച് സംസാരിക്കാനും ഒക്കെ അവസരം കിട്ടിയാൽ അത് ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ, അതിൽ നിന്ന് പിന്മാറുക, അത് വേണ്ട. അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക, അതിലേക്ക് പോകാതിരിക്കുക, ആ ഓപ്പർച്യൂണിറ്റി സ്വീകരിക്കേണ്ട. ഓക്കെ, അത് അവിടെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറയുന്നു. പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് ഒരു എന്താ പറയാ കൂടുതൽ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സമയത്തിലേക്ക് നിങ്ങളുടെ ലൈഫിൽ ഓക്കെ കടക്കുന്നതിന്, അങ്ങനെ ഒരു സമയത്തിലേക്ക് ആയി തീരുന്നതിന് വേണ്ടുന്ന അവസരം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് ജൂലൈ മാസത്തില്. ആ അവസരം വരുമ്പോൾ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ അതിനെ സ്വീകരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. കഴിഞ്ഞു പോയ കാലത്തിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയിട്ട് നിങ്ങൾ വിചാരിച്ച ഫലം കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് ആ ഒരു പേടി കൊണ്ട് ഈ അവസരത്തിന് ഉപയോഗിക്കാതിരിക്കരുതെന്ന് പറയുന്നു. ഇത് നിങ്ങളുടെ കംഫർട്ട് സോണിൽ പുറത്തുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഭയം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അത് പാടില്ല എന്ന് പറയുന്നുണ്ട്. ധൈര്യമായിട്ട് ഈ അവസരം യൂസ് ചെയ്യുക. ഇത് നിങ്ങളെ തേടി വരുന്നതാണ്. യൂണിവേഴ്സിൽ വിശ്വസിച്ച് യൂണിവേഴ്സിൽ സമർപ്പിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വേഗത്തിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ, പുരോഗതി കാണാനായിട്ട് സാധിക്കും. കണ്ടോ, അണ്ടർലൈങ് എനർജി വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പൊ ആ ഒരു ചേഞ്ച് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇത് വരുന്നത്. ചിലപ്പോൾ വരുന്ന അവസരം വളരെ ചെറുതായിരിക്കാം, പക്ഷെ അതിലൂടെ ലൈഫ് തന്നെ വളരെ പോസിറ്റീവായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, ഭാഗ്യം നിങ്ങൾ തുണയ്ക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പൊ യൂണിവേഴ്സിൽ വിശ്വസിക്കുക, യൂണിവേഴ്സാണ് ആ ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കി അതിനെ സ്വീകരിക്കാൻ മുന്നോട്ട് പോവാം. നിങ്ങളോട് പറയുന്നത് ഒരു ബ്രേക്ക് ത്രൂ എനർജി നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചിനുള്ള സാധ്യതയുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം, അത് നിങ്ങളുടെ റിയാലിറ്റി ആയി മാറുന്നതിനുള്ള എല്ലാ സാധ്യതയും ആ ഒരു ഡിവൈൻ ടൈമിംഗ് ജൂലൈയിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു റിസൾട്ടും കാണുന്നില്ല. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ഭാഗത്ത് ആക്ഷൻസ് എടുക്കുന്നു, പക്ഷെ നിങ്ങൾക്ക് ഒരു മാറ്റവും കാണുന്നില്ല എന്നതിൽ കൺഫ്യൂസ്ഡ് ആകാതെ ആ ഒരു കാര്യത്തിനെ വേണ്ട എന്ന് വെക്കുക, അതിനെ ഉപേക്ഷിക്കാൻ ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് പാടില്ല എന്ന് നിങ്ങളോട് എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ ജൂലൈ സ്റ്റാർട്ടിങ്ങിലൊക്കെ നിങ്ങൾ കുറേ കൂടെ കൺഫ്യൂസ്ഡ് ആവുന്നതായിട്ട് കാണുന്നു. ആ ഒരു ക്ലാരിറ്റി ഇല്ല, അതായത് ഇതിൽ ഇനി പോകുന്നതിൽ കാര്യമുണ്ടോ, ഇത് ഞാൻ ചെയ്തിട്ട് എന്താ കാര്യം, പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല, അങ്ങനത്തെ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. നിങ്ങളോട് പറയുന്നത് ആ ആഗ്രഹത്തിന് ചേസ് ചെയ്യാതിരിക്കുക. ഒരു ചേസിങ് ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം നിങ്ങൾ വിചാരിച്ച ഒരു വ്യക്തത ഇല്ലാത്തതുകൊണ്ട് ആ വ്യക്തത നേടിയെടുക്കണം, എനിക്കൊരു പ്രൂഫ് വേണം, ഞാൻ പരിശ്രമിക്കുന്നതനുസരിച്ച് പ്രോഗ്രസ് ഉണ്ട് എന്നുള്ള പ്രൂഫ് വേണം എന്നൊരു ഒരു വാശി ഉള്ളിലേക്ക് വരിക. ഓക്കെ, ഒരു അത്ര തീവ്രമായിട്ടൊരു ആഗ്രഹം വരിക. അപ്പൊ അതിന് വേണ്ടി അത് കണ്ടെത്താനായിട്ടൊരു ശ്രമം, അത് ചേസിങ് എനർജിയാണ്. അത് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു സാധ്യത കാണുന്നുണ്ട്. അത് പാടില്ല എന്ന് പറയണു. നിങ്ങൾ എംപറസ് എനർജിയിലാണ് ആയിരിക്കേണ്ടത്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് പൂർണ്ണമായും അർഹതപ്പെട്ടതാണ് എന്ന വിശ്വാസത്തോടെ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അതിന് വേണ്ടുന്ന ആക്ഷൻസ് എടുക്കുന്നുണ്ട് അല്ലേ, അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, മുന്നോട്ട് പോവാം. എപ്പോഴാണ് സംഭവിക്കുന്നത്, എങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് അത് നാച്ചുറലി അത് ഡിവൈൻ ടൈമിങ്ങിൽ സംഭവിക്കും എന്ന ഒരു പൂർണ്ണ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ആ ഒരു കാരണം എന്താ വെച്ചാൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വിട്ടുപോകേണ്ട ചില ഊർജ്ജങ്ങളുണ്ട്. അപ്പൊ അതിനുള്ള ഒരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് ചിലപ്പോൾ ഈ ഒരു ട്രസ്റ്റ് ദ അൺനോൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാണാത്തതിനെ വിശ്വസിക്കാൻ നടക്കും. അതായത് നിങ്ങളുടെ കണ്ണിന് മുന്നിൽ തെളിവുകളൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും, അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം നിങ്ങളുടെ അനുകൂലമായിട്ട് സംഭവിക്കും എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളായിരിക്കും നിങ്ങൾ. ഓക്കെ, അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു സറണ്ടറിങ് എനർജിയിലായിട്ടുണ്ടാവില്ല. അപ്പം അത്തരം എനർജീസിന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉപേക്ഷിക്കേണ്ട അല്ലെങ്കിൽ വിട്ടുകളയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അത് ഉണ്ടായാലാണ് ഈ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ പൂർണ്ണമായ ഗുണങ്ങൾ അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്തണം, ആ സറണ്ടറിങ് എനർജിയിലേക്ക് നിങ്ങൾ എത്തണം. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഈ കൺഫ്യൂഷൻ ഉണ്ടാകും തോറും നിങ്ങൾ സ്വയം പറയേണ്ടത് ഇല്ല, ഇത് യൂണിവേഴ്സ് എനിക്ക് അത് കൃത്യമായിട്ട് നടക്കേണ്ട സമയത്ത് എനിക്കത് കാണിച്ചു തരും. ഞാൻ അതിൽ ഒരുപാട് എന്താ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. എനിക്ക് ഇപ്പോൾ കണ്ണിന് മുന്നിൽ കാണുന്നില്ലെങ്കിലും എനിക്ക് ഉറപ്പാണ് ഞാൻ എനർജറ്റിക്കലി ഞാൻ ആഗ്രഹിക്കുന്ന ആ കാര്യത്തോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്വയം നിങ്ങൾ അഫേം ചെയ്ത് ആ സറണ്ടറിങ് എനർജിയിൽ തന്നെ മുന്നോട്ട് പോകണം. അങ്ങനെ പോകുമ്പോഴാണ് നിങ്ങൾ ആ ഒരു നെക്സ്റ്റ് ഫേസിലേക്ക് നിങ്ങളുടെ കടക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ഒരുപാട് കുറേയും കൂടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എനർജറ്റിക്കലി നിങ്ങൾ ഒരുപാട് ചേഞ്ചസ് നിങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഒരുപാട് ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അതുപോലെ തന്നെ ലൈഫിനെ സെലിബ്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട്.
യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യാം. എന്തൊരു കാര്യവും അത് നടക്കേണ്ട സമയത്ത് നടക്കും എന്ന വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. ലൈഫിൽ അപ്പോൾ പ്രസന്റ് മൊമെന്റിൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ, നല്ല നല്ല സമയങ്ങൾ, അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു മാസം കൂടിയാണ് ജൂലൈ മാസം. അപ്പൊ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോവുക. ഓക്കെ, ഒന്നിനെയും വിട്ടുപോകുന്ന ഒന്നിനെയും ചേർത്ത് പിടിക്കാൻ നിൽക്കരുത്. അതുപോലെ തന്നെ ഒരു കാര്യത്തിനെയും ചേസ് ചെയ്യാനും നിൽക്കരുത്. ആ പ്രസന്റ് മൊമെന്റിലായിട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് ലൈഫ് ഏറ്റവും കൂടുതൽ ജൂലൈയിൽ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. മാത്രമല്ല വളരെ എളുപ്പത്തിൽ നിങ്ങൾ ആ എത്തിച്ചേരേണ്ട നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കേണ്ട ആ ബ്രേക്ക് ത്രൂ സംഭവിക്കുകയും ചെയ്യാം. നിങ്ങൾ അതിന് റെഡി ആകുകയും ചെയ്യാം. ഓക്കെ, കുറേ കൂടെ നിങ്ങൾ ഗ്രൗണ്ടഡ് ആവണം. ആ ഗ്രൗണ്ടഡ് എനർജിയിൽ എത്താനാണ് ഈ പറഞ്ഞ കാര്യം. ഈ ഒരു ഗൈഡൻസ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് വളരെ നല്ലൊരു ജൂലൈ 2026 ആശംസിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. നിങ്ങൾ തമ്മിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ ജൂലൈ 2026 മികച്ചതാക്കുന്നതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളോട് ആദ്യമേ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ യൂണിവേഴ്സിൽ എത്രത്തോളം നിങ്ങൾ സറണ്ടർ ചെയ്ത് പോകുന്നു അത്രത്തോളം എളുപ്പത്തിൽ വേഗത്തിൽ നിങ്ങളുടെ ഓരോരോ ആഗ്രഹങ്ങൾ നിങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ജൂലൈ മാസത്തിൽ സാധിക്കും. അധികം കാലതാമസമില്ലാതെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷെ അതിന് ഏറ്റവും വലിയ കണ്ടീഷൻ, അതായത് എംപ്രസ് എനർജിയിലേക്ക് നിങ്ങൾ ആകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ: യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക, പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യുക, മുന്നോട്ട് പോവുക. ഒരു കാര്യത്തിനെയും കുറിച്ച്, അതായത് നിങ്ങൾ എന്തൊക്കെ ആക്ഷൻസ് എടുക്കണം ഓരോ ദിവസം, അത് നിങ്ങളുടെ ഡെയിലി റുട്ടീന്റെ ഭാഗമായി കണ്ടുകൊണ്ട് ആക്ഷൻസ് എടുക്കുക, പോവുക. ആ ഔട്ട്കം എപ്പോഴാണ് ഉണ്ടാകുക, ഇതെപ്പോൾ സംഭവിക്കുന്നില്ലല്ലോ, അത് സംഭവിക്കുന്നതിന്റെ എന്തെങ്കിലും ക്ലൂസ് ഉണ്ടോ, ഇങ്ങനെയൊന്നും നോക്കാതെ ആ ഒരു പെർഫെക്റ്റ് ഡിറ്റാച്ച്മെന്റിൽ നിന്നിട്ട് പ്രസന്റ് മൊമെന്റിനും അതിന് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് പോകുമ്പോഴാണ് നിങ്ങൾ നാച്ചുറലി ആ എംപ്രസ് എനർജിയിലേക്ക് എത്തുന്നത്. ഓക്കെ, ആ എംപ്രസ് എനർജിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ്, ഏതൊരു ആഗ്രഹവും അതിന്റെ നടക്കേണ്ട സമയത്ത് വളരെ വേഗത്തിൽ വളരെ എളുപ്പത്തിൽ വന്ന് ചേരും. ഓക്കെ, ഒരുപാട് അബണ്ടൻസ് ലൈഫിലേക്ക്, അത് ഫൈനാൻഷ്യൽ എന്ന് മാത്രമല്ല എല്ലാം കൊണ്ടും എല്ലാ തരത്തിലുമുള്ള അബണ്ടൻസ് ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കും. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കൊരു നിരാശയോ വിഷമോ ഉണ്ട്, ഇപ്പൊ നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്ന എന്തെങ്കിലും നടന്നിട്ടില്ല ഇതുവരെ, അതിലൊരു നിരാശയും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഹീൽ ആകാനും നിങ്ങൾക്കത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും പഠിക്കുന്നതിന്, പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കുന്നതിന്, അങ്ങനെ പുതിയ അറിവുകൾ നേടുന്നതിന്, ഓക്കെ, പുതിയ എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചെടുക്കുന്നതിന്, പുതിയ അറിവുകൾ നേടുന്നതിന് നിങ്ങൾക്കൊരു അവസരം ഈ ഒരു ജൂലൈ മാസത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ആ വരുന്ന അവസരം അത് ഒരു കൺവെൻഷണൽ സ്റ്റൈലാണ് എന്നൊക്കെ കാണുന്നു. ഒരു ട്രഡീഷണൽ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതിലൂടെ അറിവ് നേടാനാണ് സാധിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ പുതിയതായി എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചെടുക്കാൻ, ഒരു സ്കിൽ പഠിച്ചെടുക്കാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ പുതിയതായ അറിവുകൾ നേടാനുള്ള ഒരു അവസരമാണ് വരുന്നത്. ഒരു അവസരം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ അവസരം വരാനും സാധ്യതയുണ്ട്. നിങ്ങളോട് പറയുന്നത് അത്തരം അവസരങ്ങളെ വിട്ടുകളയാൻ പാടില്ല. അത്തരം അവസരങ്ങളാണ് നിങ്ങൾ എവിടെയാണോ എത്തിച്ചേരേണ്ടത്. ഓക്കെ, അത്തരം എടുക്കുന്ന ആ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ആ ഒരു ഹയസ്റ്റ് പോസിബിൾ റിയാലിറ്റി ഉണ്ട്, അതിലേക്ക് എത്തുന്നതിന് ഈ അവസരങ്ങൾ നിങ്ങളെ സഹായിക്കും എന്ന് പറയുന്നു. മാത്രമല്ല, ഈ അവസരങ്ങൾ നിങ്ങൾ കൃത്യമായി വിനിയോഗിച്ചാൽ, ആത്മാർത്ഥതയോടെ അതിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും മികച്ചതായിരിക്കും.
അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും ഇടയാകും. അപ്പൊ അത്തരം അവസരങ്ങളെ മടി കാരണം വിട്ടുകളയാൻ പാടില്ല എന്ന് ഞാൻ പ്രത്യേകം കേൾക്കുന്നു. ഓക്കെ, clarify the debt. Clarify the 4 points. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പുതിയ ഒരു തുടക്കം, ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കാലമായി കാത്തിരിക്കുന്ന, ഒരുപാട് കാലമായി പരിശ്രമിക്കുന്ന ഒരു കാര്യത്തിൽ അവസാനം നിങ്ങൾക്ക് അതിന്റെ ആ ഒരു എൻഡ് റിസൾട്ട് നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരുന്ന ഒരു സമയമാണ് ജൂലൈ എന്ന് കാണുന്നുണ്ട്. അതിനുള്ള ഒരു സാധ്യത കാണുന്നു. ഓക്കെ, അതിലേക്ക് നിങ്ങൾ കടക്കുന്നതിന് മുൻപായി ചില കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അതിന് നിങ്ങൾ തയ്യാറാവണം. അതിനെ ഹോൾഡ് ഓൺ ചെയ്ത് നിൽക്കാൻ പാടില്ല. അതിങ്ങനെ വിട്ട് കളയില്ല എന്നുള്ള അത് അങ്ങനെ വിചാരിക്കരുത് എന്ന് നിങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങൾ അവിടെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം അത് നിങ്ങൾ വിട്ട് കളയേണ്ടതാണ്. ഓക്കെ, അത് വിട്ട് കളയുക തന്നെ വേണം. നിങ്ങളോട് പറയുന്നത് നിങ്ങളെ ആ ഒരു പ്രതീക്ഷ കൈവിടരുത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങളോട് വിട്ട് കളയാൻ വരുന്ന ഊർജ്ജങ്ങൾ നിങ്ങൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരിക്കും. അപ്പൊ അത് വിട്ട് കളയുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ എന്ത് എന്നൊരു ചോദ്യം ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. ഓക്കെ, അത്തരം ഒരു സിറ്റുവേഷനിലേക്ക് ആവും അതെത്തുക. അപ്പൊ ചില കാര്യങ്ങൾ അതിനായിട്ട് അവസാനിക്കും. നിങ്ങളത് മനസ്സിലാക്കുക. അത് നിങ്ങൾ അത്രയും കാലമായിട്ട് പരിശ്രമിച്ചതിന്റെ ഫലമാണ് വരുന്നത്. അപ്പൊ അതൊരു പുതിയ എനർജിയാണ് വരുന്നത് അല്ലേ? ആ പുതിയ എനർജി വരുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ നിങ്ങളുടെ യാഥാർത്ഥ്യത്തിൽ ഉണ്ടാവും. ചില കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും, പുതിയ കാര്യങ്ങളെ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അതിന് നിങ്ങൾ തയ്യാറാവണം. അനാവശ്യമായിട്ട് ഒന്നിനെയും ഈ പറഞ്ഞ പോലെ വിട്ടുപോകുന്നതിനെ പിടിച്ചു നിർത്താൻ ഒരു ടെൻഡൻസി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. ഓക്കെ, അത് പാടില്ല എന്ന് നിങ്ങളോട് പറയുന്നു. ഈ ഒരു റിസ്ക് നിങ്ങൾ എടുക്കേണ്ടത് തന്നെയാണ്. ഓക്കെ, ഒരു പക്ഷെ നിങ്ങൾ വിട്ട് കളയേണ്ടത് ഇപ്പൊ നിങ്ങൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് ആയിരിക്കുന്ന ആ ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കും. നിങ്ങൾക്ക് ഒരു ലൈഫ് സ്റ്റൈൽ റുട്ടീൻ ഒക്കെ ഉണ്ടാവും. നിങ്ങൾ അതിൽ വളരെ കംഫർട്ടബിൾ ആവും. ഇപ്പൊ വേണമെങ്കിൽ അത് കൂടുതൽ കംഫർട്ടബിൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ആ ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കും ഒരുപക്ഷെ നിങ്ങൾ, അല്ലെങ്കിൽ ആ റുട്ടീൻ ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ വിട്ട് കളയേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇതിപ്പോ നിങ്ങളുടെ സേഫ് സോൺ ആണ്, നിങ്ങളുടെ കംഫർട്ടബിൾ സോൺ ആണ്. അത് വിട്ട് കളയുക എന്ന് പറയുമ്പോൾ ഈ എന്തിനു വേണ്ടിയിട്ടാണ് വിട്ട് കളയേണ്ടത്? ആ കാര്യത്തിന് വേണ്ടി കുറെ കാലമായി പരിശ്രമിച്ചതാണ് എന്നൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കുക എന്ന് പറയുമ്പോൾ അത് എളുപ്പമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ, ആ കംഫർട്ട് സോണിലായിരിക്കാൻ ഈ വരുന്ന അവസരത്തിന് തട്ടിക്കളയാനും നിങ്ങൾക്കൊരു ടെൻഡൻസി ഉണ്ടാവും. അത് പാടില്ല. നിങ്ങൾ ഈ ഒരു റിസ്ക് എടുക്കണം. നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി സ്വീകരിക്കണം. മുന്നോട്ട് പോയേ പറ്റുള്ളൂ. ഇത് നിങ്ങൾക്ക് ഗുണമാണ് ചെയ്യുക. ഓക്കെ, ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ, പക്ഷെ അത് നിങ്ങൾക്ക് ഗുണമാണ് ചെയ്യുക. നിങ്ങൾ അത് സ്വീകരിക്കേണ്ടതാണ്. ഈ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതാണ്. നിങ്ങൾ അതിനായിട്ട് ഒരുപാട് കടമ്പകൾ കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതിന്റെ ആ ഒരു സക്സസ് അച്ചീവ് ചെയ്യാൻ ഒരു സമയം വരുമ്പോൾ അതിൽ നിന്ന് പിന്മാറാൻ പാടില്ല എന്ന് നിങ്ങളെ യൂണിവേഴ്സ് ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ എനർജി പ്രൊട്ടക്ട് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ, കാര്യങ്ങൾ അത് ആരോടൊക്കെ ഷെയർ ചെയ്യണം എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന നല്ല കാര്യങ്ങൾ അത് നിങ്ങളിൽ തന്നെ ഒതുങ്ങിയിരിക്കുന്നതാവും കൂടുതൽ നന്നായിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രമേൽ വിശ്വാസം ഉണ്ടാവണം. ആരോടാണോ ഷെയർ ചെയ്യുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോട് നല്ല ഇന്റൻഷൻ ആണ് എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം അവരോട് ഷെയർ ചെയ്യാം. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കാം. മറ്റു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് വളരെ നല്ലൊരു ജൂലൈ 2026 ആശംസിക്കുകയാണ്. താങ്ക് യു.